സജ്ജനങ്ങളെ, നഖങ്ങളെ നിങ്ങൾ വാഴുക, നമ്മുടെ നാഗലോകങ്ങളും വാഴുക വാഴുക. കന്നിമാസം ആയില്യം പിറക്കാൻ പോകുന്നു. ചതുർമാസ്യവ്രതത്തിന് സമാപനമായി. നാഗങ്ങൾ പുറ്റടിച്ചുണരുന്ന ദിവസം. പരമപുരുഷനായ നാഗരാജാവിൻ്റെ സഗുണ ആരാധനയ്ക്ക് ശ്രേഷ്ഠമായ ദിനമാണ് കന്നിമാസത്തിലെ ആയില്യം. ഏകാദശിയോ കറുത്ത പക്ഷമോ എന്തുമാവട്ടെ, നാഗങ്ങളെ പരദേവതയായി കാണുന്നവർ പൂജയും നേദ്യവും മുടക്കരുത്. വിശേഷ ദ്രവ്യങ്ങളോടുകൂടി നാഗേശ പാദപൂജനം ചെയ്യുക. വെള്ളനൂറുംപാലും മഞ്ഞനൂറുംപാലും ഇമ്പമായി കൊള്ളുകൻ്റെ നാഗങ്ങളെ. ഭയമുള്ളിടത്ത് ഒരിക്കലും ഭക്തി ഉണ്ടാവുകയില്ല. സന്ദേഹമുള്ളയിടത്ത് ശാന്തതയും ഉണ്ടാവുകയില്ല. അവിശ്വാസമാണുള്ളതെങ്കിൽ അവിടെ സന്തോഷവും ഉണ്ടാവുകയില്ല. കലുഷിതമായ അന്തരീക്ഷമുള്ളിടത്ത് കാരുണ്യമുണ്ടാവുകയില്ല. അഹങ്കാരമുള്ളയിടത്ത് ആശീർവാദവും ഉണ്ടാവുകയില്ല. വിഭ്രാന്തിയുള്ളയിടത്ത് ഒരിക്കലും വരദാനം സാഫല്യമാവുകയുമില്ല. കന്നിമാസത്തിലെ ആയില്യം തൊഴുതാൽ ഒരു വർഷത്തെ ആയില്യപൂജ തൊഴുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. നാഗശാപം ഒരാളുടെ നാശത്തിന് തന്നെ കാരണമാകും എന്നാണ് പറയപ്പെടുന്നത്. ചിലപ്പോൾ അത് അയാളുടെ കുടുംബ പരമ്പരയെ തന്നെ വേട്ടയാടുകയും ചെയ്യും. നാഗശാപം മാറ്റാനും പകർച്ചവ്യാധി പോലുള്ള രോഗങ്ങൾ മാറുന്നതിനും ആയില്യപൂജ വളരെ നല്ലതാണ്. കന്നിമാസത്തിലെ ആയില്യനാളിൽ സർപ്പാരാധന നടത്തിയാൽ, സർപ്പപ്രീതി വരുത്തിയാൽ സന്താന സൗഖ്യം, കുടുംബത്തിന് ഐശ്വര്യം, രോഗാരിഷ്ടതകളിൽ നിന്നും മോചനം, ആഗ്രഹസിദ്ധി തുടങ്ങിയ ഫലങ്ങൾ നിശ്ചയമാണ്. ആയില്യവ്രതം സർപ്പപ്രീതിക്കും സർപ്പദോഷപരിഹാരത്തിനും ആയില്യവ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ആയില്യത്തിൻ്റെ തലേ ദിവസം മുതൽ വ്രതം ആരംഭിക്കണം. ഒരിക്കലൂണ് നന്ന്, പകലുറക്കം പാടില്ല. നാഗരാജാവിൻ്റെ മൂലമന്ത്രമായ ഓം നാഗരാജാവായതേ നമഃ, ഓം നാഗദേവിയെ നമ ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ആയില്യത്തിൻ്റെ അന്ന് നാഗരാജ ക്ഷേത്രങ്ങളിലോ നാഗ ഉപദേവതയായുള്ള ക്ഷേത്രത്തിലോ ആയില്യപൂജ വഴിപാടായി സമർപ്പിക്കാം. സർവദോഷ പരിഹാരത്തിനും സർവ ഐശ്വര്യത്തിനും നടത്തുന്ന വഴിപാടാണ് ആയില്യപൂജ. ദോഷങ്ങളകലാൻ നാഗദൈവങ്ങൾക്ക് മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. ആയില്യത്തിൻ്റെ പിറ്റേ ദിവസം മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കണം. പരശുരാമനാണ് കേരളത്തിൽ നാഗത്തെ പ്രതിഷ്ഠിച്ചത് എന്നാണ് ഐതിഹ്യം. കേരളം സൃഷ്ടിച്ചപ്പോൾ പാമ്പുകളുടെ ആധിക്യവും ജലത്തിലെ ലവണാംശവും കൂടുതലായത് കാരണം ഭൂമി വാസയോഗ്യമല്ലാതായി. ഇതിനാൽ പരശുരാമൻ തപസ് ചെയ്ത് ശ്രീ പരമേശ്വരൻ്റെ ഉപദേശം സ്വീകരിച്ചു. അനന്തരം വീണ്ടും തപസ്സനുഷ്ഠിച്ച് നാഗരാജനായ അനന്തനെയും സർപ്പശ്രേഷ്ഠനായ വാസുകിയെയും പ്രത്യക്ഷപ്പെടുത്തി. സർപ്പങ്ങൾക്ക് പ്രത്യേക വാസസ്ഥലം നൽകുകയും പൂജകൾ ചെയ്യുകയും ചെയ്താൽ സർപ്പശല്യം ഉണ്ടാകുകയില്ലെന്നും ജലത്തിലെ ലവണാംശ നിവാരണത്തിന് അവരെ നിയോഗിക്കുകയും ചെയ്തു. അങ്ങനെ ഭൂമി കൃഷിക്കും താമസത്തിനും യോഗ്യമാക്കിയ പരശുരാമനാണ് നാഗങ്ങളെ പ്രതിഷ്ഠിച്ചത് എന്നാണ് ഐതിഹ്യം. മനുഷ്യർ പണ്ടുകാലം മുതലേ നാഗാരാധന നടത്തുകയും അവ മനുഷ്യനെ സംരക്ഷിക്കുമെന്നും വിശ്വസിച്ചു പോരുന്നു. കേരളത്തിൽ ധർമ്മദൈവങ്ങളായി നാഗങ്ങളെ ആരാധിച്ചു വരുന്നു. ഈ വരുന്ന കന്നിമാസത്തെ ആയില്യത്തിൽ വീടിനോട് ചേർന്നുള്ള നാഗാരാധന കേന്ദ്രങ്ങളിലോ നാഗപ്രധാനമുള്ള ക്ഷേത്രങ്ങളിലോ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ചാൽ ഇനി പറയുന്ന നക്ഷത്രക്കാർക്ക് ഈ വർഷം ശ്രേഷ്ഠ ഫലങ്ങളാണ് കാത്തിരിക്കുന്നത്. അശ്വതി, തിരുവാതിര, ആയില്യം, ചോതി, ചതയം, ഉത്രട്ടാതി നക്ഷത്രക്കാരെയാണ് ഈ വർഷം ശ്രേഷ്ഠ ഫലങ്ങൾ കാത്തിരിക്കുന്നത്. ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ അറിവുകളുമായി നിങ്ങളിലേക്ക് എത്തുന്ന ഈ ചെറിയ ചാനലായ രുദ്രവീണയെ പിന്തുടരാൻ മറക്കില്ലല്ലോ.